السلام عليكم ورحمة الله وبركاته. الحمد لله، الصلاة والسلام على أشرف المرسلين وعلى آله وصحبه أجمعين، أما بعد. أعوذ بالله من الشيطان الرجيم. أعوذ بكلمات الله التامات من شر ما خلق. بسم الله الذي لا يضر مع اسمه شيء في الأرض ولا في السماء وهو السميع العليم. എല്ലാ പ്രേക്ഷകർക്കും എജുടെൻജിന് കീഴിൽ സംഘടിപ്പിക്കപ്പെടുന്ന എഹ്സാൻ ഗ്രാൻഡ് ക്വിസ് സീസൺ 2 ഹൃദയപൂർവ്വം സ്വാഗതം. നമ്മുടെ ക്വിസ് മത്സരം ഏകദേശം അതിൻ്റെ അവസാനത്തിലേക്ക് അടുത്തുകൊണ്ടിരിക്കുകയാണ്. ഒരുപാട് ആളുകളാണ് ഇന്നലെ വരെയായിട്ട് നമ്മുടെ ഈ ഒരു പ്രോഗ്രാമിൽ പങ്കെടുത്തിട്ടുള്ളത്. അൽഹംദുലില്ലാ, പങ്കെടുത്ത എല്ലാ ആളുകൾക്കും എല്ലാവിധ സുഹൃതങ്ങളും ചൊരിഞ്ഞു നൽകട്ടെ എന്ന് പ്രാർത്ഥിക്കുകയും ചെയ്യുന്നു. ഒരു വിശുദ്ധമാക്കപ്പെട്ട മാസത്തിൽ അതിലെ വിശുദ്ധമാക്കപ്പെട്ട ദിനരാത്രങ്ങളിലൂടെയാണ് നമ്മൾ കടന്നു പോകുന്നത്. ഇത്തരം സദസ്സുകളെല്ലാം വളരെ ഫലപ്രദമായി ഉപയോഗപ്പെടുത്തിക്കൊണ്ട് വൈജ്ഞാനികപരമായിട്ടുള്ള ഒരു വലിയ മുന്നേറ്റം തന്നെ നമ്മുടെ ജീവിതത്തിലൂടെ ഉണ്ടാക്കിയെടുക്കുവാൻ നമുക്ക് സാധിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുകയും ചെയ്യും. ഇന്ന് നമ്മൾ ചർച്ച ചെയ്യാൻ പോകുന്നത് ഹദീസ് രംഗത്തെ മലബാറിൻ്റെ സംഭാവനകളെ കുറിച്ചാണ്. കേരളീയ ചരിത്രം പരിശോധിച്ചു കഴിഞ്ഞാൽ നമ്മുടെ ഈ കൊച്ചു കേരളത്തിൽ ഒട്ടനേകം പണ്ഡിതന്മാർ കടന്നു വന്നിട്ടുണ്ടായിരുന്നു. അവരെല്ലാം ഒരുപാട് ഗഹനമായിട്ടുള്ള വൈജ്ഞാനികപരമായിട്ടുള്ള സംഭാവനകൾ നമ്മുടെ ഈ കേരളത്തിലേക്ക് അവർ സംഭാവന നൽകുകയും ചെയ്തിട്ടുണ്ട്. അത് പല വിഷയങ്ങളിലായിട്ടും പല കാര്യങ്ങളിലായിട്ടും വളരെ കൃത്യമായിട്ട് നമുക്ക് പരിശോധിച്ചാൽ അതെല്ലാം വ്യക്തമായി മനസ്സിലാക്കാൻ കഴിയും. എന്നാൽ ഹദീസ് രംഗത്തെ മലബാറിൻ്റെ സംഭാവനകളെ കുറിച്ചാണ് ഇന്നത്തെ വീഡിയോയിലൂടെ നമ്മൾ ചർച്ച ചെയ്യുന്നത്. നമ്മുടെ കേരളത്തിൻ്റെ ചരിത്രം പരിശോധിച്ചു കഴിഞ്ഞാൽ പ്രവാചകൻ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ കാലത്ത് തന്നെ നമ്മുടെ മലബാറിൽ ഇസ്ലാം എത്തിയിട്ടുണ്ട് എന്ന് ചരിത്രത്തിലൂടെ നമുക്ക് പരിശോധിച്ച് മനസ്സിലാക്കാൻ കഴിയും. ഈ കേരളത്തിൽ അറബ് നാടുകളിൽ നിന്നും മറ്റു നാടുകളിൽ നിന്നുമെല്ലാം വലിയ വൈജ്ഞാനിക രംഗത്ത് ഉയർന്നിട്ടുള്ള പണ്ഡിതന്മാർ എത്തുകയും അവരുടെ അടയാളപ്പെടുത്തലുകളായിട്ട് അതിഗഹനമായിട്ടുള്ള ഒരുപാട് ഗ്രന്ഥങ്ങൾ ഈ കൊച്ചു കേരളത്തിലേക്ക് സംഭാവന നൽകുകയും ചെയ്തിട്ടുണ്ട്. മാത്രവുമല്ല, ഇന്നും നമ്മുടെ കേരളത്തിന്റെ ചരിത്രം പരിശോധിച്ചു കഴിഞ്ഞാൽ കേരളത്തിന്റെ അങ്ങോളം ഇങ്ങോളമായിട്ട് ഒരുപാട് സയ്യിദ് കുടുംബവും പണ്ഡിത കുടുംബവുമെല്ലാം നിലനിൽക്കുന്നതായിട്ട് കാണാൻ കഴിയും. അവരുടെ ആ ഒരു കുടുംബ പാരമ്പര്യം പരിശോധിച്ചു കഴിഞ്ഞാൽ ഒരുപക്ഷെ യമനിലേക്കോ അതല്ലെങ്കിൽ മറ്റു അറബ് കൺട്രികളിലേക്ക് എത്തുന്നതായിട്ട് കാണാൻ കഴിയും. അവരുടെ പ്രപിതാക്കളെല്ലാം ഒരുപാട് സംഭാവനകൾ ഈ മലബാറിലും കേരളത്തിലുമായി നൽകിയിട്ടുണ്ട് എന്ന് നമുക്ക് മനസ്സിലാക്കാൻ കഴിയും. ചേരമൻ പെരുമാൾ അദ്ദേഹം ഹിജാസിലേക്ക് പോയതും അതുവഴി ഇസ്ലാം സ്വീകരിച്ചതും ഏറെ പ്രസിദ്ധമായ ഒരു സംഭവം കൂടിയാണ്. ഹിജ്റയുടെ ആരംഭകാലത്ത് തന്നെ കേരളത്തിൽ ഇസ്ലാം എത്തിയിട്ടുണ്ട് എന്ന് നമുക്ക് ചരിത്രത്തിൽ നിന്നും മനസ്സിലാക്കാൻ കഴിയും. അതോടൊപ്പം തന്നെ ഈ കേരളത്തിൽ ഇസ്ലാമിക പ്രചാരണത്തിന് വേണ്ടിയിട്ട് അറബ് നാടുകളിൽ നിന്നും ഒരുപാട് പണ്ഡിതന്മാർ എത്തിയിട്ടുണ്ട് എന്ന് മനസ്സിലാക്കാൻ കഴിയും. മഹാനായ ഇമാം മാലിക് റളിയല്ലാഹു അൻഹു, മാലിക് ദീനാർ കേരളത്തിലെത്തിയതും അദ്ദേഹത്തിൻ്റെ ആ ഒരു ചരിത്രശേഷിപ്പുകൾ ഇന്ന് കാസർഗോഡിൻ്റെ മണ്ണിൽ നിലനിൽക്കുന്നതും നമുക്ക് മനസ്സിലാക്കാൻ കഴിയും. ആദ്യ കാലഘട്ടത്തിൽ അറബികൾ കേരളത്തിലേക്ക് വന്നിരുന്നത് കച്ചവടത്തിനായിരുന്നു. ആ ഒരു കച്ചവടത്തിന് വന്നതിന് ശേഷം ഈ മലബാറുമായിട്ട് അല്ലെങ്കിൽ കേരളവുമായിട്ട് അഭേദ്യമായ ബന്ധം സ്ഥാപിക്കുകയും അതിലൂടെ പിന്നെ ഇസ്ലാമിനെ കേരളത്തിലൂടെ വളർത്തുകയും ചെയ്തിട്ടുണ്ട്. ഇതെല്ലാം നമ്മുടെ ചരിത്രങ്ങളിലൂടെ നമുക്ക് വായിച്ചെടുത്ത് മനസ്സിലാക്കാൻ കഴിയും. ലോകസഞ്ചാരിയായിരുന്ന ഇബ്നു ബത്തൂത്ത പറയുന്നുണ്ട്, ബഹ്റൈനിലെ പണ്ഡിതനായിരുന്ന ഇബ്രാഹിം ഷാ ബന്ദർ
അദ്ദേഹം മക്ക, മദീന, ഈജിപ്ത് പോലെയുള്ള രാജ്യങ്ങളെല്ലാം സഞ്ചരിച്ചുകൊണ്ട് കേരളത്തിൽ വരികയും കേരളത്തിൽ ഹദീസ് പഠിപ്പിക്കുകയും ചെയ്തിട്ടുണ്ട് എന്ന് മഹാനായ ഇബ്നു ബത്തൂത്ത പറയുന്നതായിട്ട് ചരിത്രത്തിൽ നിന്നും നമുക്ക് മനസ്സിലാക്കാൻ കഴിയും. ഇതൊരു ഇബ്രാഹിം ഷാ ബന്ദർ മാത്രമല്ല, ഇങ്ങനെ നമ്മുടെ കേരളീയ ചരിത്രം പരിശോധിച്ചാൽ അനേക ആയിരം പണ്ഡിതന്മാർ കേരളത്തിൽ വന്നിട്ടുണ്ട് എന്ന് നമുക്ക് ചരിത്രത്തിൽ നിന്നും വായിച്ചെടുക്കാൻ കഴിയും. ഇനി നമുക്ക് ഹദീസ് പാണ്ഡിത്യത്തിൽ മലബാരി സംഭാവനകളെ കുറിച്ച് ചർച്ച ചെയ്യാം. നമുക്കിടയിലെ വ്യാപകമായിട്ടുള്ള ഹദീസ് ഗ്രന്ഥങ്ങൾ ഒരുപാടുണ്ട്. പ്രത്യേകിച്ച് ഈ ഒരു മേഖലയിൽ പഠിക്കുന്ന അല്ലെങ്കിൽ ഇതുമായി ഗവേഷണം നടത്തിക്കൊണ്ടിരിക്കുന്ന ആളുകൾ അവരോട് കൃത്യമായി ചോദിച്ചാൽ അല്ലെങ്കിൽ നമുക്ക് മനസ്സിലാക്കിയെടുക്കാൻ കഴിയുന്ന ഒരു കാര്യം കൂടിയാണ്. ഒട്ടനേകം ഹദീസ് ഗ്രന്ഥങ്ങൾ എന്തുണ്ട് നമുക്കിടയിലുണ്ട്. സഹീഹുൽ ബുഖാരി, സഹീഹ് മുസ്ലിം, റിയാദുസ് സ്വാലിഹീൻ, ഇബ്നു മാജ തുടങ്ങിയ ഗഹനമായിട്ടുള്ള നമ്മുടെ നാട്ടിലെ ഒരുപാട് പാഠശാലകളിലെല്ലാം പഠിപ്പിച്ചു കൊണ്ടിരിക്കുന്ന ഗഹനമായിട്ടുള്ള ഹദീസ് ഗ്രന്ഥങ്ങളാണ് ഈ പറയപ്പെട്ട ഗ്രന്ഥങ്ങളെല്ലാം. ഇതിലുള്ള പല ഗ്രന്ഥങ്ങൾക്കും മലബാറിലെ പണ്ഡിതന്മാർ ഒന്നുകിൽ അതിനെ പരിഭാഷപ്പെടുത്തുകയോ അതിന് ഷർഹ് എഴുതുകയോ ചെയ്തതായിട്ട് നമുക്ക് കാണാൻ കഴിയും. ഇന്ന് നമ്മുടെ ബുക്ക്സ്റ്റാളുകളിലെല്ലാം അത്തരം കിതാബുകൾ അവൈലബിൾ ആണ്. ഇങ്ങനെ പല ഹദീസ് ഗ്രന്ഥങ്ങൾക്കും ഷർഹ് എഴുതിയതായിട്ടോ അല്ലെങ്കിൽ അതിനെ പരിഭാഷപ്പെടുത്തിയതായിട്ടോ നമുക്ക് കാണാൻ കഴിയും. സമസ്തയുടെ പ്രസിഡന്റായിരുന്ന വാളക്കുളം അബ്ദുൽ ബാരി മുസ്ലിയാർ രചിച്ച സിഹാഹു ഷെയ്ഖൈൻ, അതുപോലെ തന്നെ നെല്ലിക്കുത്ത് ഇബ്രാഹിം മുസ്ലിയാർ രചിച്ച മിർആത്തുൽ മിഷ്കാത്ത്, ഇതെല്ലാം ഈ മലബാറിലെ ഏറ്റവും പ്രസിദ്ധമായിട്ടുള്ള ഗ്രന്ഥങ്ങളായിരുന്നു. നമുക്ക് ഓരോന്നിനെ കുറിച്ചും ചെറിയ രൂപത്തിൽ നിന്ന് ചർച്ച ചെയ്യാം. ഓക്കെ. നൈലുൽ മറാം ബി കലാമി സയ്യിദിൽ അനാം, നൈലുൽ മറാം ബി കലാമി സയ്യിദിൽ അനാം, ഇത് ഹദീസ് രംഗത്തെ മലബാറിലേക്കുള്ള ഒരു സംഭാവനയായി നൽകപ്പെട്ട ഗ്രന്ഥം കൂടിയാണ്. വളരെ പ്രശസ്തമായ ഒരു ഗ്രന്ഥം കൂടിയാണ്. 1892 തിരൂരങ്ങാടിയിൽ ജനിച്ച അലി ഹസൻ മുസ്ലിയാർ രചിച്ച ഒരു ഗഹനമായിട്ടുള്ള കനപ്പെട്ട ഗ്രന്ഥമാണ് നൈലുൽ മറാം ബി കലാമി സയ്യിദിൽ അനാം. വളരെ ഒരു വലിയ പണ്ഡിതൻ കൂടിയായിരുന്നു തിരൂരങ്ങാടിക്കാരനായിരുന്ന അലി ഹസൻ മുസ്ലിയാർ. അദ്ദേഹത്തെ കൂടുതൽ പരിചയപ്പെടുത്തേണ്ട ആവശ്യങ്ങളില്ല. ഒട്ടനേകം ഗഹനമായിട്ടുള്ള ഗ്രന്ഥങ്ങൾ തന്നെ അദ്ദേഹം എന്ത് ചെയ്തിട്ടുണ്ട്, രചിക്കുക തന്നെ ചെയ്തിട്ടുണ്ട്. അറബി മലയാളം ഭാഷയിൽ വളരെയധികം കഴിവുള്ള ഒരു വ്യക്തി കൂടിയായിരുന്നു അലി ഹസൻ മുസ്ലിയാർ. അദ്ദേഹത്തെക്കുറിച്ച് അദ്ദേഹത്തെ ഇടപഴകിയ ആളുകൾ, അദ്ദേഹത്തിൻ്റെ ശിഷ്യന്മാർ, അവർക്കൊക്കെ വലിയ ഒരുപാട് കാര്യങ്ങൾ തന്നെ തൻ്റെ ഗുരുനാഥനെ കുറിച്ച് പറയാനുണ്ടായിരുന്നു. കാരണം അത്രത്തോളം അഗാധമായിട്ടുള്ള നിപുണനായിരുന്നു അറബി മലയാള ഭാഷയിൽ. അദ്ദേഹം സഹീഹ് ബുഖാരിയിൽ നിന്ന് മഹദിയായ ആയിഷ ബീവി റളിയല്ലാഹു അൻഹ റിപ്പോർട്ട് ചെയ്ത ഹദീസുകൾ ക്രോഡീകരിച്ചാണ് ഈ ഒരു ഗ്രന്ഥം രചിച്ചിട്ടുള്ളത്. ഏകദേശം 470 ഹദീസുകളാണെന്ത് അദ്ദേഹം ഈ ഒരു തൻ്റെ കിതാബിൽ വിശദീകരിച്ചിട്ടുള്ളത്. വളരെ കനപ്പെട്ടൊരു ഗ്രന്ഥം കൂടിയായിരുന്നു അലി ഹസൻ മുസ്ലിയാർ രചിച്ചിരുന്നത്. നൈലുൽ മറാം ബി കലാമി സയ്യിദിൽ അനാം വളരെ മലബാറിൽ തന്നെ ഫേമസ് ആയിട്ടുള്ള ഹദീസ് ഗ്രന്ഥങ്ങളുടെ കൂട്ടത്തിൽപ്പെട്ട ഒരു ഗ്രന്ഥം കൂടിയാണ്. മറ്റൊരു ഗ്രന്ഥമാണ് സിഹാഹു ഷെയ്ഖൈൻ. മലപ്പുറം ജില്ലയിലെ പുതുപ്പറമ്പിൽ അന്ത്യവിശ്രമം കൊള്ളുന്ന സമസ്തയുടെ പ്രസിഡന്റായിരുന്ന വാളക്കുളം അബ്ദുൽ ബാരി മുസ്ലിയാർ രചിച്ച ഒരു ഗ്രന്ഥം കൂടിയാണ് സിഹാഹു ഷെയ്ഖൈൻ. വളരെ വലിയ ഒരു പണ്ഡിതൻ കൂടിയായിരുന്നു ആര്, മഹാനായ അബ്ദുൽ ബാരി ഉസ്താദ്. ഹിജ്റ 1385 മഹാനവറുകളെ വഫാത്ത്. അദ്ദേഹം അന്ത്യവിശ്രമം കൊള്ളുന്നത് പുതുപ്പറമ്പിലാണ്. ഒരുപാട് ഗ്രന്ഥങ്ങൾ അദ്ദേഹം രചിച്ചിട്ടുണ്ടായിരുന്നു. ജംഉൽ ബാരി,
സിറാത്തുൽ മുസ്തഖീം തുടങ്ങിയ ഗ്രന്ഥങ്ങളെല്ലാം മഹാനവറുകളുടെ ഒരു വലിയ സംഭാവന കൂടിയാണ്. അദ്ദേഹത്തിൻ്റെ അവസാനത്തെ രചനയായിരുന്നു സിഹാഹു ഷെയ്ഖൈൻ. അതാണെങ്കിൽ ഹദീസ് രംഗത്ത് മലബാറിനുള്ള സംഭാവനകളുടെ കൂട്ടത്തിൽ ഒരു വലിയ മുതൽക്കൂട്ടായി മാറിയ ഒരു ഗ്രന്ഥം കൂടിയായിരുന്നു ഏത്? സിഹാഹു ഷെയ്ഖൈൻ. ഇമാം ബുഖാരിയും ഇമാം മുസ്ലിമും അല്ലാത്തവരുമായ ഹദീസിൻ്റെ പണ്ഡിതന്മാർ രചിച്ച 2600ഓളം ഹദീസുകൾ ഏകോപിപ്പിച്ചായിരുന്നു മഹാനവറുകൾ സിഹാഹു ഷെയ്ഖൈൻ രചിച്ചത്. 2600ഓളം ഹദീസുകൾ ഏകോപിപ്പിച്ചായിരുന്നു അദ്ദേഹം സിഹാഹു ഷെയ്ഖൈൻ എന്ന് പറയുന്ന ഈ ഒരു ഗ്രന്ഥം രചിച്ചത്. മഹാനവറുകൾ തന്നെ അദ്ദേഹത്തിൻ്റെ ഈ ഒരു ഗ്രന്ഥത്തിന് ഷറഹും ഹാഷിയയും എഴുതിയിട്ടുണ്ട്. അപ്പോൾ തന്നെ നമുക്ക് മനസ്സിലാക്കാൻ കഴിയും എത്രത്തോളമായിരിക്കും ഈ ഒരു ഗ്രന്ഥത്തിൻ്റെ കനപ്പെട്ട അല്ലെങ്കിൽ ആ ഒരു വൈജ്ഞാനികപരമായിട്ടുള്ള മുതൽക്കൂട്ടി എന്ന് മനസ്സിലാക്കാൻ കഴിയും. ഇനി മറ്റൊരു ഗ്രന്ഥമാണ് മിർആത്തുൽ മിഷ്കാത്ത്. നെല്ലിക്കുത്ത് ഇബ്രാഹിം മുസ്ലിയാർ രചിച്ച ഒരു ഗ്രന്ഥമാണ്. അദ്ദേഹം ഒരുപാട് ഗ്രന്ഥങ്ങൾ രചിച്ചിട്ടുണ്ട്. അതിൽ അദ്ദേഹം എന്താണ് കേരളത്തിലെ മലബാറിലെ ഹദീസ് രംഗത്ത് സംഭാവന നൽകിയ ഒരു ഗ്രന്ഥം കൂടിയായിരുന്നു ഇത് മിർആത്തുൽ മിഷ്കാത്ത്. വലിയ അഗാധ ജ്ഞാനമുള്ള ഒരു പണ്ഡിതനായിരുന്നു ആര്? നെല്ലിക്കുത്ത് ഇബ്രാഹിം മുസ്ലിയാർ. 7000 പേജുള്ള ഈ ഒരു ഗ്രന്ഥം 7 വാള്യങ്ങളിലായിട്ടായിരുന്നു രചിച്ചത്. ഒരുപാട് കാലം റിസർച്ച് ചെയ്തിട്ടുണ്ടായിരുന്നു മഹാനവറുകൾ ഈ ഒരു ഗ്രന്ഥം പുറത്തിറക്കിയത്. ഫിഖ് ഹദീസ് രംഗത്തുള്ള പണ്ഡിതന്മാരെയെല്ലാം പരിചയപ്പെടുത്തുകയും മഹാനായ ഇമാം ഷാഫി റളിയല്ലാഹു അൻഹുവിനെയും അദ്ദേഹത്തിൻ്റെ മദ്ഹബിനെയും എല്ലാം പ്രത്യേകം പരാമർശിച്ചുകൊണ്ട് തന്നെയായിരുന്നു നെല്ലിക്കുത്ത് ഇബ്രാഹിം മുസ്ലിയാർ മിർആത്തുൽ മിഷ്കാത്ത് എന്ന് പറയുന്ന ഈ ഒരു ഗ്രന്ഥം രചിച്ചിട്ടുണ്ടായിരുന്നു. ഇങ്ങനെ ഒട്ടനേകം പണ്ഡിതന്മാർ ഹദീസ് രംഗത്ത് മലബാറിന് ഒരുപാട് സംഭാവനകൾ രചിച്ചിട്ടുണ്ടായിരുന്നു. നമ്മുടെ ഈ ഒരു സമയം പരിമിതമായത് കൊണ്ടാണ് പലരെയും നമുക്ക് ചർച്ച ചെയ്യാൻ പോകാതെ കഴിയുന്നത്. ഇനിയും ഈ ഒരു വിഷയങ്ങളിലെല്ലാം ഗഹനമായിട്ടുള്ള തുടർ ഗവേഷണങ്ങൾ നിങ്ങൾക്കുണ്ടാകട്ടെ എന്ന് ആശംസിച്ചുകൊണ്ട് വആഖിർ ദഅവാന അനിൽ ഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.